Hi guys, welcome back to our channel. ഇന്ന് എന്താണ് ഇത് ഓൺ വോയിസിൽ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ? ഇത്രയും നാൾ നമ്മൾ ഡബ്ബിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് ഓൺ വോയിസ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അതിനൊരു കാരണമുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതിങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കാനാണ് എനിക്ക് ഒരു താല്പര്യം തോന്നിയിട്ടോ. എനിക്ക് ഫേസ് ടു ഫേസ് നിങ്ങൾ നോക്കിയിട്ട് പറയണമെന്ന് തോന്നിയ റിക്വസ്റ്റാണ് എൻ്റെ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ കേട്ടോ. ആ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു മാക്സിമം അത് എനിക്ക് ഒരു 6K 7K എന്തോ ആയിട്ടുള്ളൂ കേട്ടോ. അത്രേ വ്യൂസ് കിട്ടിയിട്ടുള്ളൂ. മാക്സിമം ഞാൻ അതിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ വീണ്ടും പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഇതറിയാതെ ഒത്തിരി പേര് ആ രീതിക്ക്, അതായത് തെറ്റായിട്ടുള്ള രീതിക്ക് എണ്ണ കാച്ചുന്ന മെത്തേഡ് ഇന്നും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മാത്രമല്ല നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നതും അതുപോലത്തെ ഒരു വീഡിയോ ആണ്. ഫുൾ ബോഡി വൈറ്റനിങ് ഓയിലിൻ്റെ റെമഡിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ആണെങ്കിലും ആ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണെങ്കിലും നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആരെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി അതൊന്ന് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. ഈ ഒരു ബോഡി ഓയിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന മെത്തേഡിൽ അതിന്നും ചെറിയ വേറൊരു മെത്തേഡിലാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ടൈമില്ല. നമുക്കിപ്പോൾ നമ്മുടെ കടുക്ക ജെല്ലും ഫേസ് ക്രീമും ആലുവേറ ജെല്ലൊക്കെ ഉണ്ടാക്കുന്ന തിരക്ക് കൊണ്ട് നമുക്കിതൊന്നും ചെയ്യെടുക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഹെയർ ഓയിലുണ്ട്. ഹെയർ ഓയിൽ കാച്ചിയതായിട്ടുള്ള ഒരു ഹെയർ ഓയിലൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കേണ്ടത്. ഒരുപാട് നമുക്ക് തലയിൽ മുടിയിലൊന്നും വാരി അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരുപാടൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇച്ചിരി അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ എണ്ണ കൊടുക്കുന്നുണ്ട്. പക്ഷേ എണ്ണ കാച്ചുന്നവരും അതുപോലെ തന്നെ ബോഡിയിലേക്ക് വേണ്ടി എണ്ണ കാച്ചുന്ന ആൾക്കാരുണ്ട്, ആ രീതിക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവരത് മാറ്റിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു അതിൻ്റെ ഗുണവും മണവും ഒന്നേറും ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഫുൾ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ, നമ്മുടെ ഓയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓയിൽ റെമഡി എങ്ങനെ ചെയ്ത് കൊടുത്തെന്ന് നോക്കാം. ഈ ഒരു ഫുൾ ബോഡി വൈറ്റനിങ് ഓയിൽ ഉപയോഗിച്ചാണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് സ്കിൻ ടോൺ ചേഞ്ച് ആവും. മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ ഒരു ഓയിൽ അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മൾ നല്ലെണ്ണയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിലും നമുക്ക് ചെയ്തെടുക്കാം, വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ വെളിച്ചെണ്ണ ആണെങ്കിലും നല്ലെണ്ണയാണെങ്കിലും ഫേസിലേക്ക് കുരുവൊന്നും വരാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള മെത്തേഡ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂട്ടെല്ലാം സെറ്റാണ്. നമ്മളിവിടെ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് വെള്ളവും നല്ലെണ്ണയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചാൽ പൊട്ടിത്തെറിക്കത്തില്ലേ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ആണെങ്കിൽ മാത്രം കേട്ടോ. അല്ലാതെ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് കൊണ്ടുപോയി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളവും നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ എടുക്കാൻ കാരണം നമ്മൾ ബോഡിയിലേക്ക് എന്ന് പറയുമ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കാനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആഴ്ചയിൽ 1-2 തവണ മാത്രമേ എണ്ണക്കുളി നടത്താറുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നല്ലെണ്ണയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പൊതുവെ ആയുർവേദത്തിൽ വെളിച്ചെണ്ണ നമ്മുടെ മുടിയിലേക്കും ഈ നല്ലെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്കാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക റൂൾസാണ് അവർ ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന എണ്ണൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും ഞാൻ പറയാം. 90 ഗ്രാം ഓയിലും 360 ഗ്രാം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഗ്രാം കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തെടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ടോട്ടൽ നമുക്ക് 20 ഗ്രാം ഉണ്ട്. 90 ഗ്രാം ഓയിലിന് 20 ഗ്രാമാണ് കണക്ക്. 20 എന്നുള്ളത് അതൊരു 30-40 ആയാലും കുഴപ്പമില്ല, മാക്സിമം 20. ഓക്കെ, ഇതിൻ്റെ ആ ഒരു 1/2 ലിറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ. കഴിഞ്ഞ വീടിനകത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, ഞാനത് മറന്നുപോയി. അതും ഞാൻ കൊടുക്കാം, ഇതും ഞാൻ ചെയ്യാം കേട്ടോ, മറന്നുപോയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഞാൻ മാക്സിമം നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ഒരു 20 ഗ്രാമാണ് വേണ്ടത്. ഞാനിവിടെ 30 ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 3 കാര്യം കൂടിക്ക് 30 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായ, ചെറിയൊരു കഷ്ണം മഞ്ഞൾ, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്. ഇനി ഇവ 3ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുത്തി ചതച്ച് കൊണ്ടുവരാം. ആരും മിക്സി ബൗളിനകത്തോട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരരുത്. നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ടാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. അതുപോലത്തെ നമ്മൾ മുടിയിലേക്കാണെങ്കിലും ബോഡിയിലേക്കാണെങ്കിലും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ്, പൊതുവേ ഞാൻ പറയുന്നതല്ല, എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്കിഷ്ടം
ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇടുന്നതിനേക്കാളും ഇതുപോലെ ചെറിയ രീതിക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് കാച്ചുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. പേഴ്സണലി ഞാൻ പറയുന്നതാണ്, പൊതുവേ പറയുന്നതല്ല. പേഴ്സണലായിട്ട് എനിക്കിതാണ് താല്പര്യം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് കുത്തിക്കലക്കുന്നതിനേക്കാളും നല്ലത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു എണ്ണയ്ക്ക് ഗുണം കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാനീ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക, ഒരു മാറ്റവും വരുത്തരുത്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഈ ഒരു എണ്ണ 1/2 ലിറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ ഫോർമുലേഷൻ ആ ഒരു മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതിയിടാം. അതുപോലെ തന്നെ ഹെയർ ഓയിലിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ഞാൻ ആ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ. അതെനിക്ക് മറന്നു പോയതുകൊണ്ടാണ്, ഞാൻ എന്തായാലും കൊടുത്തിരിക്കും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ കാണുന്ന അളവിൽ വേണം തരുന്ന അരച്ച് ചതച്ചെടുക്കാനായിട്ട്. ആരും തന്നെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരരുത്. ഈ രീതിക്ക് തന്നെ നന്നായിട്ട് ചതച്ച് അരച്ചെടുക്കുക കേട്ടോ, ക്രഷ് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കല്ലിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് ആ കല്ലൊന്ന് കഴുകി അതിൻ്റെ വെള്ളം എടുക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടൊന്നും വേസ്റ്റ് ആവരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി ആ കല്ല് കഴുകി എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്ത് വെച്ചിരുന്ന ഒരു കൂട്ടും വെള്ളവും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു എണ്ണയും കൂടി ഇതിനകത്തേക്ക് മിക്സ് ആക്കാൻ കേട്ടോ. അത് നല്ല കട്ടിയിലൊരു കടായി എടുക്കുക, ചീനച്ചട്ടി എടുക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇവിടെ ഒരു 3 കാര്യങ്ങളും ചേർക്കുകയാണ്: വെള്ളം, ഓയിൽ, ഈ ഒരു ചതച്ചെടുത്ത കൂടെ. അപ്പോൾ 3ഉം കൂടി നന്നായിട്ട് അങ്ങ് നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിന് മീതങ്ങ് വെച്ച് കൊടുക്കാം. ആദ്യം വെക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അതിനടുത്ത് തന്നെ നിൽക്കുക, മാറിപ്പോവരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടതും എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റും കൂടി വേണ്ട. ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാവും. അപ്പോൾ അപ്പം തന്നെ നമുക്കിതങ്ങ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം, മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഓക്കെ. അങ്ങനെ നമ്മളതങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി വരണം കേട്ടോ. നമ്മുടെ കൂട്ടൊന്നും ആദ്യമൊന്നും ആ ഒരു കരിഞ്ഞ ഫീൽ ഉണ്ടാവില്ല, ഒരു കരിഞ്ഞ ഒരു ഇതുണ്ടാവില്ല, അത് നമുക്ക് കിട്ടില്ല. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മുടെ കൂട്ടൊക്കെ കരിഞ്ഞ് ആ വെള്ളമൊക്കെ വറ്റി പാകാവുന്നത്. അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊതുവേ നമ്മൾ അരച്ചെടുത്തൊരു കൂട്ട് ഡയറക്റ്റായിട്ട് എണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കാച്ചെടുക്കുന്നില്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് നമുക്കതൊരു എണ്ണ കാച്ചുന്ന മെത്തേഡിലായിട്ട് നമുക്ക് കിട്ടും. നമുക്കതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് കിട്ടില്ല. ആയുർവേദശാലയിലൊക്കെ കാച്ചുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ നമ്മൾ എടുക്കുന്ന എണ്ണേൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് അവർ കാച്ചുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കൂട്ടും വെള്ളവും കൂടി ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ നീര് കംപ്ലീറ്റ് ആയിട്ടും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. പിന്നീടാണ് ആ വെള്ളം നമുക്ക് ആ ഓയിലിൽ കിടന്ന് നന്നായിട്ട് വറ്റി ഓയിലിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇട്ട് കൊടുത്തിരിക്കുന്ന കൂട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഒരു കാരണവശാലും എന്താ പറയുക, അതിൻ്റെ ഗുണവും മണവും നിറവും ഒന്നും നഷ്ടപ്പെടാതെ, നമ്മളിപ്പോൾ ഈ എണ്ണ ഇട്ട സമയത്ത് ചെയ്യുന്ന സമയത്ത് നല്ല ബീട്രൂട്ടിൻ്റെ കളറായിരുന്നു. പക്ഷെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു കളറൊന്നും കിട്ടിയില്ല കേട്ടോ. നമ്മൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ എണ്ണയുടെ ഗുണം നഷ്ടപ്പെടില്ല. മണമാണെങ്കിലും അതിൻ്റെ ഗുണമാണെങ്കിലും എല്ലാം തന്നെ നമുക്കൊന്നും നഷ്ടപ്പെടാതെ നല്ല പ്യൂർ ആയിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ കിട്ടും. അപ്പോൾ ഗൈസ്, ഏകദേശം നമ്മുടെ കൂട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വറ്റി, അതുപോലെ തന്നെ പതയെല്ലാം നല്ല രീതിക്ക് താഴ്ന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു എണ്ണയുടെ പാകം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സമയമല്ല, നമ്മുടെ എണ്ണയുടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി ഇതുപോലെ പതയൊക്കെ നന്നായിട്ട് താഴണം. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ അത് കണ്ടല്ലോ, നമ്മുടെ കൂട്ടിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് അരിച്ചു മാറ്റി കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ആ ഒരു ഫൈനൽ എത്തുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കൂട്ടൊക്കെ കരിഞ്ഞു വരുന്നത് കേട്ടോ. നമ്മൾ മറ്റേ രീതിയിൽ എണ്ണ കാച്ചും, അതായത് പഴയ മെത്തേഡ് ഡയറക്റ്റ് ആയിട്ട് എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ കൂട്ടിട്ട് കാച്ചുന്ന മെത്തേഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ട് കരിഞ്ഞ് എണ്ണ പാകാവുക ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ മണമാണെങ്കിലും നിറമാണെങ്കിലും വേറെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കളറിലാണെങ്കിലും സ്മെല്ലിലാണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കാച്ച എണ്ണയ്ക്ക് നിങ്ങൾക്ക് ആ രണ്ടിൻ്റെ ഡിഫറെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എല്ലാം കൊണ്ടും നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കൂട്ടിൻ്റെ റിസൾട്ട് ഫുള്ളായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ എണ്ണ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ രീതിക്ക് പൊടിയൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കുഞ്ഞരിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് വരാം. ഇനി നമുക്കിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഫുൾ ബോഡിയിൽ ആഴ്ചയിൽ 2-3 തവണയൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് വരാവുന്നതാണ്. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിൽക്കാനായിട്ട് നോക്കുക കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് കടലമാവ്
കടലമാവ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ കുളിച്ച് വരാം. കടലമാവ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഫുൾ ബോഡിയിലേക്ക് ഈ ഒരു എണ്ണ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് വരാം. ഇനി ഞാൻ മുന്നേ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് ഫേസിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ കുരുവൊന്നും വരാതെ ഫേസിലേക്ക് ഉപയോഗിക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ഓയിൽ ഫേസിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള മെത്തേഡ് നോക്കി കാണാം. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും കുരുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അല്ല, നമ്മൾ എന്ത് ഓയിൽ ഉപയോഗിക്കണം ചിലർക്കെങ്കിലും കുരുക്കൾ വരും. അപ്പോൾ കുരു വരാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഈ ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കി കാച്ചെണ്ണ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഇതിന് മുൻപ് ക്യാരറ്റ് ഓയിലിനെ പറ്റിയിട്ട് പറയുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് അത് കുരു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കുരു വരാതെ എങ്ങനെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള മെത്തേഡാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് വെക്കാം. നമുക്ക് കയ്യിൽ തന്നെ ജസ്റ്റ് കയ്യിൽ തന്നെ മതി. അപ്പോൾ നമുക്കിവിടെ എനിക്കത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് ഞാനൊരു ബൗൾ എടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ അലോവേറ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സാഫ്രോൺ അലോവേറ ജെല്ലാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി മതിയാവും. നമ്മുടെ ഫേസിലേക്കുള്ളത് മാത്രം മതി കേട്ടോ. ഫേസിലേക്കുള്ളത് മാത്രം ഇന്ന് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞു സ്പൂണിൽ ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് നമ്മുടെ സാഫ്രോൺ ആലോവേറ ജെല്ല. അത് ഈ ഒരു ബൗളിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിതതിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഓയിലാണെങ്കിലും തന്നെ ഓയിൽ നമുക്ക് ഒത്തിരി ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ഡ്രോപ്പായിട്ട് വേണം എടുക്കാനായിട്ട്. ഇച്ചിരി മതിയാവും, ഒത്തിരി നമുക്ക് ആവശ്യമില്ല. അതും 1-2 തുള്ളി മാത്രം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ആയുർവേദത്തിനകത്തേക്ക് നമ്മൾ ഈ ഒരു ഓയിൽ ഇറ്റിച്ച് കൊടുക്കുകയാണ്. 1 2 3 ഒരു 2 അല്ലെങ്കിൽ 3 ഓക്കെ 2-3 ഡ്രോപ്സ് അത്ര മാത്രം മതിയാവും. അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ആലുവേരയ്ക്കകത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു ഓയിലും നമ്മുടെ ഈ ഒരു കൂട്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു കൂട്ട് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, കണ്ട നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണുന്നില്ല, വെളിച്ചുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് വെളിച്ചടിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ജസ്റ്റ് കാണുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഇച്ചിരി അങ്ങ് എടുക്കുകയാണ്. ഫേസിലേക്ക് ഇച്ചിരി അങ്ങ് എടുത്തിട്ട് അപ്പം ഫേസിൽ നമുക്ക് ഡോട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് നേരം മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം ഇട്ടിട്ട് നമുക്കിത് മസാജ് ചെയ്യേണ്ട കാര്യമില്ല. 1 മിനിറ്റോളം മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് അത്ര മാത്രം മതിയാകും. ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത്. ഇനി നമ്മളിത് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വന്നിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കും. അപ്പോൾ ഓയിൽ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രം ഫേസിൽ വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞത് നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ടോ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഒരു പിമ്പിൾസ് പോലും നിങ്ങൾക്ക് വരത്തില്ല ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അതല്ല നമ്മൾ നോർമൽ വാഷിൽ കഴുകി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പിമ്പിൾസ് വരും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഒരു തവണത്തേക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. പിമ്പിൾസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നാൽ നമുക്കൊരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. നോർമൽ സ്കിന്നുകാരും ഡ്രൈ സ്കിന്നുകാരൊക്കെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ വെക്കാം. പിമ്പിൾസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കാം. ഓയിൽ സ്കിന്നുകാർക്കാണ് ഈ പിമ്പിൾസിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഫേസ് വാഷ് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടോണിൽ മാറ്റം വരും. മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാക്കാനെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മാത്രം ഓരോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം Shamnu.